ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് ഒക്ടോബർ 4-5 മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ലോക മൃഗദിനം എന്നാണ് ലോക മൃഗദിനം? ഒക്ടോബർ 4. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? മീരാഭായ് ചാനു. ആരാണ്? മീരാഭായ് ചാനു ആണ്. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭാ മേധാവിയാകുന്ന വനിത. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭാ മേധാവിയാകുന്ന വനിത ആരാണ്? സാറ മുലാലി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? സൗമിത്ര പി ശ്രീവാസ്തവയാണ്. ചെസ് ലോകകപ്പിലെ ചീഫ് ഫെയർ പ്ലേ ഓഫീസറായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരൻ. ചെസ് ലോകകപ്പിലെ ചീഫ് ഫെയർ പ്ലേ ഓഫീസറായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരനാണ് ഗോപകുമാർ. നമ്മുടെ പാലക്കാട് സ്വദേശിയാണ് ഗോപകുമാർ. ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ആരാണ്? ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ആരാണ്? സനേത കൈച്ചി. ആരാണ്? സനേത കൈച്ചിയാണ് ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത എന്ന് പറയുന്നത്. ആരാണ്? സനേത കൈച്ചി. 2025 UNEP യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? 2025 UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ജിനാലി മോദി. അടുത്തിടെ കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമമരുന്ന് ഏതാണ്? കോൾഡ്രിഫ് ആണ്. CISFന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? CISFന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? പ്രവീൺ രഞ്ജനാണ് CISFന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. ഇപ്പോൾ 2025 UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത് ആരാണ്? ജിനാലി മോദിയാണ്. കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമമരുന്ന് ഏതാണ്? കോൾഡ്രിഫ് ആണ് നിരോധിച്ചത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2025 എഡിഷന്റെ ഔദ്യോഗിക പന്ത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2025 എഡിഷന്റെ ഔദ്യോഗിക പന്ത് ഏതാണ്? സഹോ. 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവ് ആരാണ്? 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവ് ആരാണ്? കാർലോസ് അൽക്കാരസ്. ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി ആരാണ്? കിയർ സ്റ്റാമർ. ആരാണ്? കിയർ സ്റ്റാമർ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ആരാണ്? ശുഭ്മാൻ ഗിൽ. ആരാണ്? ശുഭ്മാൻ ഗില്ലിനാണ് ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. അപ്പോൾ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുമാണ്. സോയിലിഫിക്കേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തി വിജയിച്ച സ്ഥാപനം ഏതാണ്? സോയിലിഫിക്കേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ ആദ്യമായി ഗോതമ്പ് കൃഷി പരീക്ഷണം നടത്തി വിജയിച്ച സ്ഥാപനം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. ഏത് നദികൾക്കിടയിലൂടെയാണ് രാജ്യത്ത് ആദ്യമായി തുരങ്കം നിർമ്മിക്കുന്നത്? ബ്രഹ്മപുത്ര നദികൾക്കിടയിലൂടെയാണ് രാജ്യത്ത് ആദ്യമായി തുരങ്കം നിർമ്മിക്കുന്നത്. ദേശീയപാത 37മായി ബന്ധിപ്പിക്കുന്ന ആസാമിലെ ഗോഹ്പൂർ നുംലി നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ദേശീയപാത 37മായി ബന്ധിപ്പിക്കുന്ന ആസാമിലെ ഗോഹ്പൂർ നുംലി നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡി ഗാർഡ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? സന്തോഷ് കുമാറാണ്. ആരാണ്? സന്തോഷ് കുമാറിനാണ് 49ാമത് വയലാർ അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ തപോമിയയുടെ അച്ഛൻ. ഏത് കൃതിക്കാണ്? തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയത്.
അപ്പം ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടമാണ് സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. മിനിറ്റിൽ 3000 വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള 6 അത്യാധുനിക AK-630 30 mm മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? മിനിറ്റിൽ 3000 വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള 6 അത്യാധുനിക AK-630 30 mm മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ് സിസ്റ്റം നിർമ്മിക്കുന്ന രാജ്യം. അപ്പോൾ എന്താണ്? മിനിറ്റിൽ 3000 വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള 6 അത്യാധുനിക AK-630 30 mm മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം നിർമ്മിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? കോഴിക്കോട് ജില്ലാ ഭരണകൂടമാണ് സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ഓർത്തു വെച്ചേക്ക്, ഏത് ജില്ലാ ഭരണകൂടം? കോഴിക്കോട്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.